ഭയങ്കര രസമാണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഈ കാണുന്നത് CRPF-ന്റെ ജവാന്മാർ പട്രോളിംഗ് നടത്തുന്നതാണ്. ഛത്തീസ്ഗഡിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നക്സൽ ബാധിത പ്രദേശങ്ങളിലൊന്നാണ് ഈ ജഗദൽപൂർ എന്ന് പറയുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ ജില്ലയിലാണ്. ജഗദൽപൂരിൽ നിന്നും കങ്കേർവാലി നാഷണൽ പാർക്കിലോട്ട് പോകുന്ന ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ ഇപ്പോൾ ഒരു 7 മണി ആകുന്നേ ഉള്ളൂ. അതിരാവിലെ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്കാണിപ്പം. ജഗദൽപൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 35 കിലോമീറ്ററോളം ഉണ്ട് ഈ കങ്കേർവാലി നാഷണൽ പാർക്കിലോട്ട്. അവിടെ ഒരു കുട്ടുംസാർ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഗുഹയും അതുപോലെ തന്നെ ഒരു തീർത്ഥഘട്ട് എന്ന് പറയുന്ന വെള്ളച്ചാട്ടവും ഉണ്ട്. ഇത് രണ്ടും കാണുകയാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ കങ്കേർവാലി നാഷണൽ പാർക്കിന്റെ മുമ്പിൽ ബസ് ഇറങ്ങി. ഈ കാണുന്നത് CRPF-ന്റെ ജവാന്മാർ പട്രോളിംഗ് നടത്തുന്നതാണ്. ഛത്തീസ്ഗഡിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നക്സൽ ബാധിത പ്രദേശങ്ങളിലൊന്നാണ് ഈ ജഗദൽപൂർ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഈ കാടുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ നക്സലുകൾ കാണുന്നത്. ഇതിവിടുത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഈ ആർച്ച് കാണുന്ന അതുവഴിയാണ് നമ്മൾ കുട്ടുംസാർ കേവ് കാണാനായിട്ട് പോകേണ്ടത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന വഴിയാണ് നമ്മൾ തീർത്ഥഘട്ട് വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകേണ്ടത്. രണ്ടും അതിമനോഹരമാണെന്ന് കേട്ടറിഞ്ഞാണ് ഞാൻ വന്നത്. ഇവിടെ അങ്ങനെ അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല. ഇന്നലെ മുതൽ ടൂറിസ്റ്റിന് ഇവിടെ എൻട്രി ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ ഈ ചെക്ക് പോസ്റ്റിലും ആൾക്കാരെ ഒന്നും കാണുന്നില്ല. എന്തായാലും ആരുടെയും ഒന്ന് തിരക്കി നോക്കട്ടെ. ഇപ്പം അവിടെ ഒരാളെ കണ്ടു, പുള്ളിയോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഈ ചെക്ക് പോസ്റ്റിലെ ആളാന്ന് തോന്നുന്നു. ഈ കുട്ടുംസാർ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ കാടിനകത്തുള്ള. ആ ഗ്രാമത്തിലെ ആൾക്കാരും ഇവിടുത്തെ ഫോറസ്റ്റ് ആൾക്കാരും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടക്കുകയാണ്. ഈ ഫോറസ്റ്റിന്റെ ഈ ചെക്ക് പോസ്റ്റിന്റെ ഇവിടെയാണ് ഈ കുട്ടുംസാർ കേവ് സന്ദർശിക്കാനായിട്ടുള്ള ടിക്കറ്റ് കൊടുക്കുന്നത്. അത് ഇവിടുന്ന് മാറ്റിയിട്ട് ഈ കുട്ടുംസാർ എന്ന് പറയുന്ന കാട്ടിനുള്ളിലെ ഗ്രാമത്തിലാക്കണം ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ എന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇവരുടെ സാധനങ്ങളൊക്കെ വിൽക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അതിന് പക്ഷേ ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഇനി എന്നത്തേക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാകും എന്നുള്ളത് അറിയാൻ മേല. അനിശ്ചിത കാലത്തേക്കാണ് ഇവരുടെ ഉപരോധം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ നാച്ചുറൽ കേവ്സ് ആയിട്ടുള്ള ഈ കുട്ടുംസാറും അതുപോലെ തന്നെ കൈലാസ്, ഈ 2 ഗുഹകൾ കാണുകയായിരുന്നു എൻ്റെ ഇങ്ങോട്ടുള്ള വരവിന്റെ പ്രധാന ഉദ്ദേശം. പക്ഷെ അതിപ്പം നടക്കുകയെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ തീർത്ഥഘട്ട് വെള്ളച്ചാട്ടം കാണാൻ പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അങ്ങോട്ട് പോകാൻ ഇവിടുന്ന് വണ്ടിയൊന്നും ഇവിടെ ഒരു രക്ഷയില്ല. നടക്കേണ്ടി വരുമോയെന്ന് അറിയാമല്ല. 6 കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ ഈ മുമ്പേ ആ കാര്യങ്ങൾ ചോദിച്ച ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലെ ടെമ്പററി വാച്ചറാണ്. അയാൾ പറഞ്ഞത് ഇവിടുന്ന് എന്തെങ്കിലും വണ്ടി വല്ലതും ലിഫ്റ്റ് വല്ലതും കിട്ടുമായിരിക്കും എന്നാണ് പറഞ്ഞത്. പുള്ളി എന്തെങ്കിലും അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കണം. എന്തായാലും ഈശ്വരാധീനത്താൽ ഒരു ബൈക്കിൽ ലിഫ്റ്റ് കിട്ടി. ആ ചേട്ടൻ്റെ പുറയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇവിടുത്തെ ഒരു ട്രൈബലാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ കുടുംസാർ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. അവിടുത്തെ ആ വാച്ചർ ചേട്ടനും അവിടുത്തെ ആളാണ്. അപ്പോൾ ആ പുള്ളി അറേഞ്ച് ചെയ്ത് തന്നതാണ്. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. പക്ഷേ ഈ റോഡിന്റെ 2 സൈഡിലും കൊട്ടും കാടാണ്. ഛത്തീസ്ഗഡിലെ തന്നെ ഏറ്റവും കൂടുതൽ നക്സൽ ബാധിത പ്രദേശങ്ങളിലൊന്നാണ് ഈ കങ്കേർവാലി നാഷണൽ പാർക്കും അതിന്റെ ഭാഗങ്ങളും. അതുകൊണ്ട് തന്നെ ഇവിടെ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ട് CRPF-ന്റെ ക്യാമ്പും മറ്റും ഇങ്ങോട്ട് ബസ്സിൽ പോരുന്ന വഴിക്ക് പല സ്ഥലത്തും ഞാൻ കണ്ടായിരുന്നു. CRPF-ന്റെ പെട്രോളിംഗ് മറ്റും എപ്പോഴും ഈ റോഡുകളിലെല്ലാം ഉണ്ട്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായിട്ടുള്ള റായ്പൂരിൽ നിന്നും 450 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇന്നലെ ഇവിടം വരെ എത്തിയത് എന്തായാലും വെറുതെ ആവുകയാണെന്ന് വിചാരിക്കുന്നു. ഈ വെള്ളച്ചാട്ടമെങ്കിലും കാണാൻ പറ്റുമല്ലോ. ഭയങ്കര എല്ലാം നെല്ലിന്റെ കൃഷിയാണ്. ഭയങ്കര രസമാണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ആ ബോർഡ് കാണുന്ന ഇടത്തു നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം നമുക്ക്. വഴിയിൽ കന്നുകാലികളായിട്ട് നിൽക്കുവാണ്. ഭയങ്കര വലിപ്പമാണ്. നമ്മുടെ നാട്ടിലെ പശുവിനേക്കാളിലൊക്കെ ഭയങ്കര വലിപ്പമുള്ള പശുക്കളാണ്. കൊമ്പ് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. ഭയങ്കര കൊമ്പാണ്. ചിലതിൻ്റെയൊക്കെ കൊമ്പെന്ന് ഒരു രക്ഷയില്ലാത്തതാണ്. ഭയങ്കര നീളവും. ഇതേ കണ്ട് ഇതിൻ്റെ കൊമ്പ് കണ്ടോ? കൊമ്പ് എന്നാ വലിപ്പമാണത്.
ചുമ്മാ പുഷ്പം പോലെ ഈ ചേട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പശുവിൻ്റെ എരുമയുടെ എല്ലാം ഇടയിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. സമ്മതിക്കണം. ഈ തീർത്ഥക്കെട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നീ എൻ്റെ ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എത്തുമായിരിക്കും. അങ്ങനെ നമ്മളിത് എത്തിപ്പോയി, നമ്മുടെ സ്ഥലമെത്തി. ഈ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന ഈ ഗ്രാമത്തിന്റെ പേരും തീർത്ഥക്കെട്ടെന്ന് തന്നെയാണ്. എല്ലാ സ്ഥലത്തെയും പോലെ ഇവിടെയുണ്ട് സഞ്ചാരികളെ ഉദ്ദേശിച്ച് കുറേ കടകളും മറ്റുമൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ ആദിവാസികൾ തന്നെ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളാണ്. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. ഈ കടയിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടുന്ന് ഉഴുന്നുവടയും ബോളിയൊക്കെ പോലത്തെ എന്തോ സാധനമൊക്കെയാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. ഇവിടെ 2 പിള്ളേർ തന്നെ കഴിക്കുന്നുണ്ട്. ഈ ചേച്ചിമാർ ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ ചേട്ടനാണ് എനിക്ക് നാളെ കൈലാസ ഗുഫ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഡ്രൈവറാണ്, ഗൈഡുമാണ്. ഇവരിത് ഉണ്ടാക്കുവാണ് സാധനം. സാധനമാണ് ഞാൻ കഴിച്ചത്. ഇത് ഒരെണ്ണം മഞ്ഞ കളറിലുള്ളത് എന്തോ കടലമാവ് ഉഴുന്നും കൂടെ ഉരുളൻകിഴങ്ങും എല്ലാം കൂടെ മുക്കിയെടുത്തിട്ട് വറുത്തെടുക്കുന്നതാണ്. ഇത് ഉഴുന്നുവട പോലത്തെ സാധനമാണ്. ഇത് ആലു ഡണ്ട, ये दाल वड़ा बंडा, आलू बंडा है ये, और ये दाल वड़ा. ഞാൻ ഇപ്പോൾ കങ്കേർവാലി നാഷണൽ പാർക്കിൽ തീർത്ഥഗഡ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ കവാടമാണ്. ഇതിൻ്റെ ഇവിടുത്തെയുള്ള കോമ്പൗണ്ടാണ്. ഇവിടെ ടിക്കറ്റ് ചെയ്യാനിരിക്കുന്ന പെൺകുട്ടികളാണ്. ഇവരെല്ലാം ഇവിടുത്തെ ട്രൈബൽസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കാണ് ഇവിടുത്തെ ഇതിൽ ചില ടിക്കറ്റ് കൗണ്ടറിലും ഒക്കെ ഇരിക്കുന്ന അവരാണ്. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവാം. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇവിടെ സന്ദർശകർ കൂടുതലായിട്ട് എത്തുന്നത്. കുരങ്ങന്മാർ ഇഷ്ടം പോലെ കാണുന്നുണ്ട് ഇവിടെ. ഏതാണ്ട് 299 അടിയാണ് ഈ തീർത്ഥക്കെട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം. അതുകൊണ്ട് നമ്മൾ അത്രയും താഴോട്ട് ഇറങ്ങിപ്പോയെങ്കിലേ നമുക്ക് താഴെ നിന്ന് ഈ വെള്ളച്ചാട്ടം ശരിക്ക് കാണാൻ പറ്റുള്ളൂ. ഭയങ്കര അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റുകയില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇത് കാടാണ് ഫുള്ള്. ഇതാണ് വെള്ളച്ചാട്ടം. താഴെ എന്നാലേ ശരിക്ക് കാണാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് ഒച്ച നമുക്ക് ശരിക്ക് കേൾക്കാം. ഭയങ്കര സൗണ്ട് കേൾക്കാം. ഇത്രയും പൊക്കത്തിൽ നിന്ന് ഒന്ന് വീഴുന്നല്ലോ, സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് സൗണ്ടും കാണും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിലായിട്ട് ചെറിയൊരു ദ്വീപ് പോലെ ഒരു കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ മുകളിൽ ഒരു ശിവൻ്റെ ക്ഷേത്രവും ഉണ്ട്. മഹാശിവരാത്രിയുടെ സമയത്ത് ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. ചെറിയൊരു മിനി കുംഭമേളയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അത്രയ്ക്ക് തിരക്കാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു ശിവലിംഗം ഒക്കെ ഉണ്ട്. താഴോട്ട് കുറേ കൂടെ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. ഒരു 100 സ്റ്റെപ്പെങ്കിലും ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അത്രയും കൂടെ താഴോട്ടുണ്ടെന്നാണ് തോന്നുന്നത്.
ഈ വീഡിയോ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ താഴെ നിന്നുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും മറ്റും നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, ശുഭ യാത്ര.